നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കാർത്തിക് കോമാ സ്റ്റേജിൽ ICUവിൽ കിടക്കുന്നു. ആ സിമ്പതി പിടിച്ചുപറ്റി ഇപ്പോ ചെമ്പകമംഗലത്ത് നീ കേറി പറ്റണം. അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. കാർത്തിക്കിന്റെ നില വളരെ മോശമാണ്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. കുട്ടി നന്നായിട്ട് പ്രാർത്ഥിക്കൂ. എന്താ മോളെ, ഡോക്ടർ എന്താ പറഞ്ഞേ? കാർത്തിയുടെ സ്ഥിതി വളരെ മോശമാണെന്ന് ഡോക്ടർ പറഞ്ഞമ്മേ. അയ്യോ, എന്റെ മോള് കരയാതെ. കാർത്തിമോനൊന്നും വരില്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ട് മോളെ. മോളിങ്ങനെ കരയല്ലേ. ആ സമയത്ത് എന്റെ മോള് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കും. ഞാനിപ്പോ വരാമേ. മോൾ എവിടെ പോവാ? അമ്മേ, ഞാനിപ്പോ വരാം. അമ്മ ഇവിടെ നിന്നും പോവരുത് മോളെ. ഞാൻ ദേ വരുന്നു. മോളെ, മോളെ. നീ എന്നെ ഇങ്ങനെ പേടിക്കുന്നതിനാ മൈഥിലി? ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? നീ എന്നോട് തെറ്റൊന്നും ചെയ്തില്ലേ? എന്റെ മൈഥിലി,
എന്തെങ്കിലും ചെറിയ തെറ്റുകുറ്റങ്ങൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിലും അതാ കൊച്ചിന്റെ പേരിലല്ലേ, അതങ്ങ് വിട്ടേക്ക്. ഞാൻ എവിടേക്ക് നിന്നെ തിരക്കി നടന്നു. ഒടുവില് ആ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ വന്ന് ഞാൻ എന്തോരം നാണം കിട്ടും. ഇതൊക്കെ നിനക്ക് വേണ്ടിയാ, നിനക്ക് വേണ്ടി മാത്രം. എന്റെ അടുത്തേക്ക് വരരുത്, എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്റെ മൈഥിലി, എന്താ ഇത്? സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് നീ എന്റെ കൂടെ ഇറങ്ങി വന്നവളാ. നീ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടോ അതിന്റെ 10 ഇരട്ടിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ സത്യം എനിക്കറിയാം, അതുപോലെ തന്നെ നിനക്കും അറിയാം. മൈഥിലി, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാനില്ലാതെ നിനക്കും. നിന്റെ വേലയൊക്കെ ഇനി മനസ്സിൽ വെച്ചാ മതി. എന്നെ വലയിലാക്കാനൊന്നും നോക്കണ്ട. മൈഥിലി, മനസ്സിലെ സമനില തെറ്റി ഞാൻ എന്തൊക്കെയോ നിന്നോട് പെരുമാറിയിട്ടുണ്ട്. അതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല. നീ അതൊക്കെ മറക്കണം, എന്നോട് പൊറുക്കണം. പൊറുക്കാവുന്ന തെറ്റ് വല്ലതുമാണോ നീ ചെയ്തത്? മൈഥിലി, കഴിഞ്ഞതൊക്കെ നീ എന്നെ ഓർമ്മിപ്പിക്കല്ലേ. അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ കറുത്ത ദിവസങ്ങളായിരുന്നു. ഞാനും നീയും തമ്മിൽ ഇങ്ങനെ അകലാൻ പാടില്ല. അകന്ന് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്ക് നഷ്ടേ ഉണ്ടാവും. നിന്നോട് അടുത്ത് നിന്നതിന്റെ പേരിലല്ലേ ഞാൻ ഇത്രയൊക്കെ അനുഭവിച്ചത്. അതിന്റെയൊക്കെ കാരണക്കാരൻ ഞാനല്ല, കള്ളാണ്. അത് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാനിപ്പോ മദ്യപാനം നിർത്തിയിട്ട് ആഴ്ചകളായി. മുക്കുപൂശിയ വാള് നിലവറയിൽ വെച്ച് അവര് നമ്മളെ പറ്റിച്ചു. ചെമ്പകമംഗലത്ത് ആ ഒറിജിനൽ വാളുണ്ട്, അതിലുപരി അവിടുത്തെ സ്വത്തും. നീ കാർത്തികിന്റെ കൊച്ചിനെ പ്രസവിച്ചോളാം. ആ സ്വത്തുക്കളെല്ലാം നിന്റെ മകൾക്കുള്ളതാ. അത് നീ തട്ടിയെടുക്കണം. നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാനുണ്ട്. നിന്നെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. വിശ്വസിക്കണം. നീ കാർത്തികിന്റെ ബെഡ്റൂമില് ഒരു രാത്രി അന്തി ഉറങ്ങിയെന്നൊക്കെ കേട്ടപ്പോ എനിക്ക് സഹിച്ചില്ല. അതിനാ ഞാൻ ദേഷ്യപ്പെട്ടത്. ദേ, ഇപ്പൊ പറ്റിയ സമയം. കാർത്തിക് കോമാ സ്റ്റേജിൽ ICUവിൽ കിടക്കുന്നു. ആ സിമ്പതി പിടിച്ചുപറ്റി ഇപ്പോ ചെമ്പകമംഗലത്ത് നീ കേറി പറ്റണം. അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടേക്കിപ്പോ വന്നതും മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നതും എന്തിനാന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.